നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ നമ്മൾ 2 ട്രേഡ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. അത് പറയുന്നതിന് മുന്നേ നമുക്ക് ചാർട്ടിലേക്ക് പോയിട്ട് അത് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ഓർഡർ ബ്ലോക്കുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത് ഓർഡർ ബ്ലോക്കിന് തൊട്ടടുത്ത് തന്നെയാണ്. നല്ല രീതിയിൽ അത് ഓർഡർ ബ്ലോക്കിനുള്ളിലേക്ക് കയറി. അതിന് ശേഷം നല്ലൊരു റിജക്ഷൻ വന്നു. ഹൈ സ്പീഡിൽ വെളിയിലേക്ക് പോകുന്ന കണ്ടപ്പോൾ നമ്മളവിടെ ഒരു മാർക്കറ്റ് ഓർഡർ എടുത്തു. ആ ഓർഡർ എടുത്തത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ 9:15 തന്നെ ആ 19 സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മൾ ഓർഡർ എടുത്തിരുന്നു. 265 രൂപ 90 പൈസയ്ക്ക് നമുക്ക് ഓർഡർ കിട്ടിയെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് അടിക്കേണ്ട ട്രേഡ് തന്നെയാണ്. നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കിൽ മുകളിൽ പോയി അത് ഹിറ്റ് ചെയ്തു എങ്കിലും ആ സമയത്ത് പക്ഷേ നമ്മൾ സ്ക്രീനിൽ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നില്ല. എൻട്രി എടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് മാറി. ആ സമയത്ത് അത് പോയി മുകളിൽ ഹിറ്റ് ചെയ്തു, തിരികെ പോന്നു. നമ്മൾ കാണുമ്പോൾ 1:1 താഴത്തേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് നമ്മൾ താഴത്ത് ഇവിടെ വെച്ചിരുന്ന സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് ബ്രേക്ക് ഈവനിലേക്ക് വെച്ചു. ബ്രേക്ക് ഈവനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ചാർജസ് അടക്കം നമ്മൾ പ്രോഫിറ്റിൽ അവസാനിക്കും ആ ട്രേഡ് ക്ലോസ് ചെയ്യുമ്പോൾ. ആ രീതിയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തു. ട്രയൽ ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാം 9:22 ആയപ്പോൾ നമുക്കിവിടെ 266 രൂപ 20 പൈസയിൽ നമ്മുടെ ട്രയലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളൊരു ട്രേഡ് എടുക്കാത്തതിന് തുല്യമായി. കാരണം ഓവർ ട്രേഡിങ്ങിൻ്റെ പരിധിയിൽ പിന്നീട് വരേണ്ട കാര്യമില്ല. നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആ ട്രേഡിൽ കിട്ടും, ചില്ലറ പൈസയെങ്കിലും. സോ കയ്യിൽ നിന്ന് ചാർജസ് ഒന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ ട്രേഡ് എടുത്തു. അത് 9:26 ബൈയിങ് പൊസിഷൻ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. വീണ്ടും അത് 266 രൂപ 15 പൈസയിലാണ് നമ്മൾ രണ്ടാമത്തെ പൊസിഷൻ എടുത്തത്. അപ്പോൾ രണ്ടാമത്തെ പൊസിഷൻ എടുത്തു. അതിനുശേഷം പക്ഷേ മാർക്കറ്റ് മുകളിലേക്ക് കയറിയില്ല. മാർക്കറ്റ് പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യുകയാണ് പിന്നീടുണ്ടായത്. അപ്പോൾ എടുത്ത പൊസിഷൻ 9:26 എടുത്തു. അത് 9:37 ആയപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗറായി. സോ നെറ്റ് എഫക്റ്റ് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നമുക്ക് 151 രൂപ ലോസിലാണ് നമ്മൾ അവസാനിച്ചത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം, നമ്മുടെ 1:1 വരുന്നത് നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കിൽ തന്നെയാണ്. അതിൽ നിന്ന് ഹിറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു ഹിറ്റിൽ നമ്മൾ എക്സിറ്റ് എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഓർഡർ ഇട്ട് പ്ലേസ് ചെയ്ത് വെച്ചിരുന്നുവെങ്കിൽ നമുക്കിന്ന് 1:2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 300 രൂപയ്ക്ക് മുകളിൽ നമുക്കിന്ന് നെറ്റ് പ്രോഫിറ്റ് കിട്ടേണ്ടതാണ്. ഇതിപ്പോൾ നമ്മുടെ ജേണൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, നമ്മൾ ഈ മാസം ഒരു ദിവസം പോലും ഇതിനെ ഒരു വലിയ പ്രോഫിറ്റായിട്ടൊന്നും കൂട്ടേണ്ട കാര്യമില്ല. ഒരു ദിവസം പോലും നമ്മളിവിടെ പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇന്നലെയാണെങ്കിലും ഇന്നാണെങ്കിലും നമുക്ക് ആക്ച്വലി 1:2 എബോ ഇന്നലെയാണ് നമ്മൾ കണ്ടു കാണും. നമ്മുടെ സ്റ്റോപ്പ് ലോസൊക്കെ എടുത്തതിന് ശേഷവും നമ്മുടെ ജഡ്ജ്മെൻറ്റ് വളരെ കറക്റ്റായിരുന്നു. ഇല്ലെങ്കിൽ ഈ ലോസ് അടിച്ച പല ദിവസങ്ങളിലും നമ്മുടെ ജഡ്ജ്മെൻറ്റ് വളരെ കറക്റ്റായിരുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷം ബഹുഭൂരിപക്ഷം ദിവസങ്ങളിലും 1:2 3 മാർക്കറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ആക്ച്വലി മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് 1:3 നമ്മൾ എടുത്ത പോയിന്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഫസ്റ്റ് തന്നെ ഇന്ന് സംഭവിച്ച സെയിം തന്നെയാണ് ഇന്നലെയും സംഭവിച്ചിരുന്നത്. 1:2 മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ കൊടുത്തതാണ്, നമ്മളവിടെ എക്സിറ്റ് എടുത്തില്ല. അതായത് നമ്മൾ പറയാറുണ്ട്, ഗ്രീഡ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ വളരെ മോശമായി ബാധിക്കും. അതുകൊണ്ട് ഗ്രീഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓവർ ട്രേഡും ചെയ്യും, കൂടുതൽ ലാഭത്തിന് വേണ്ടി വെയിറ്റും ചെയ്യും. അങ്ങനെയുള്ള 2 ദിവസങ്ങളാണ് ഇന്നലെയും ഇന്നും കണ്ടത്. ഇന്ന് ഗ്രീഡ് ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും നമ്മൾ സ്ക്രീനിൽ നോക്കിയിരിക്കാത്തത് കൊണ്ട് ഇന്ന് ഇത് പറഞ്ഞ പോലെയൊക്കെ സംഭവിച്ചു. എനിവേ, അപ്പോൾ ഗ്രീഡ്, ഫിയർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ഒരു മെക്കാനിക്കൽ ടൈപ്പ് ഓഫ് ട്രേഡിങ്ങിലേക്ക്, അതായത് നമ്മൾ നമ്മുടെ ബുദ്ധിശക്തി അപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾ നമ്മുടെ റൂൾസിനെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുക. ഒരു ട്രേഡ് എൻട്രി എടുത്താൽ നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ 1:2. ഇനി നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഒരു പുതിയ മാറ്റം ഇതാണ്, ഏതെങ്കിലും ഒരു ട്രേഡ് 1:1 എബോ അല്ലെങ്കിൽ 1:2 ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രേഡിൽ നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ടാർഗറ്റ് തന്ന ട്രേഡാണ്. അപ്പോൾ അതിന് ഹയർ റിസ്ക് റിവാർഡ് പ്ലാൻ ചെയ്യാനാണെങ്കിൽ പോലും നമ്മൾ ബ്രേക്ക് ഈവനിലേക്ക് ട്രയൽ ചെയ്തുകൊണ്ട് മാത്രം അത് പ്ലാൻ ചെയ്യുക. കാരണം ആ ട്രേഡ് നമ്മൾ ഓൾറെഡി വിജയിച്ചതാണ്, അതിന് പിന്നെയും ലോസ് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഒരു ഗുണം, ഇന്നിപ്പോൾ നമ്മൾ ട്രേഡിങ്ങിൽ ഈ ഒരു രീതി ചെയ്ത് തുടങ്ങിയിട്ട് 184 ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നെറ്റ് നമുക്ക് ഇവിടെ 43% വിൻ റേഷ്യോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ചെയ്തതിന് ശേഷമാണ് നമ്മുടെ വിൻ റേഷ്യോ ഈ രീതിയിൽ കൂടി തുടങ്ങിയത്.
ഇതുവരെ മൊത്തം 29 പ്രോഫിറ്റ് ഡേയ്സും 28 ലോസിംഗ് ഡേയ്സുമാണ് നമുക്കുള്ളത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനകത്ത് ബഹുഭൂരിപക്ഷം ദിവസങ്ങളും ലോസ് വന്ന ദിവസങ്ങളിൽ പോലും നമുക്ക് പ്രോഫിറ്റ് എടുക്കാമായിരുന്ന നല്ല ക്വാണ്ടിറ്റി ഓഫ് ഡേയ്സ് ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ എടുത്തിരുന്നില്ല എന്നതാണ്. സോ ദാറ്റ് ഇവിടെ ഇപ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഇത്രയും ലോസിലേക്ക് കണ്ടിന്യൂസ് പോകുന്നെങ്കിലും നമ്മുടെ മാനസികാവസ്ഥയെ അത് കാര്യമായി ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കാരണം ഈ ജേണൽ എഴുതുന്നു എന്നുള്ളതും കൂടിയാണ്. ജേണലിൽ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ ട്രേഡിങ്ങിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്ന് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. ഈ 2 ദിവസങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ട് ലോസ് ആണെങ്കിൽ പോലും ഗ്രീൻ അടയാളപ്പെടുത്തി തുടങ്ങി. കാരണം ടെക്നിക്കലി ഇത് നമുക്ക് പ്രോഫിറ്റ് തന്ന ട്രേഡുകളാണ്. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മളത് എടുത്തില്ല, ലോസ് ബുക്ക് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വരുന്ന മിസ്റ്റേക്കുകൾ തിരിച്ചറിയാനും അതിനെ കറക്റ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ആദ്യം തന്നെ വേണ്ടത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ദിവസവും എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പാകത്തിന് റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു വിജയിയായ ട്രേഡറായി മാറണമെങ്കിൽ നിങ്ങൾക്ക് അനിവാര്യമായ ഒരു ഘടകമാണ് ജേണലിംഗ്. അപ്പോൾ ഈ ജേണൽ എഴുതിയത് കൊണ്ടിട്ടാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും ഈ ഒരു കോൺഫിഡൻസോടുകൂടെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ഇതല്ല എങ്കിൽ നമ്മൾ ഈ പർട്ടിക്കുലർ ഓരോ ദിവസം സംഭവിച്ച ലോസിൻ്റെ എമൗണ്ട് മാത്രമേ കാണത്തുള്ളൂ. ആക്ച്വലി ആ ദിവസം എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് സംഭവിച്ചത്, ഇതൊന്നും അറിയാത്തിടത്തോളം കാലം നമ്മളുടെ മാനസികാവസ്ഥ വളരെ മോശമാകുന്നുണ്ടാവും. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ എടുക്കുന്ന ട്രേഡുകളെയെല്ലാം നമ്മളുടെ ഈ മാനസികാവസ്ഥ ബാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ 2 ദിവസം കൊണ്ട് എനിക്ക് നമ്മുടെ ട്രേഡിൽ വരുത്തേണ്ട മാറ്റമായി തോന്നുന്നത് ഇതാണ്. ഏതെങ്കിലും ഒരു ട്രേഡ് നമ്മൾ എൻട്രി എടുത്താൽ നമ്മൾ പറയാറുണ്ട്, നമ്മൾ എൻട്രി എടുക്കുന്നിടത്തു നിന്ന് നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പ്ലാനുകൾ കറക്റ്റാണ്. പക്ഷേ നമ്മുടെ എക്സിക്യൂഷൻ പാർട്ട് തകരാറിലാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് പിന്നെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരാഴ്ച നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എക്സിക്യൂഷൻ പാർട്ട് വളരെ മോശമായിട്ട് പാളിയ ഒരാഴ്ചയാണ്. അതിന് ഒരു പ്രധാന കാരണം നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങൾക്കൊരു എക്സിറ്റ് സ്ട്രാറ്റജി വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടോളൂ. കാരണം ഹയർ റിസ്ക് റിവാർഡ് പ്ലാൻ ചെയ്യാൻ ആ ഒരു സ്ട്രാറ്റജി വളരെ നമുക്ക് ഗുണകരമാകും. എന്നിരുന്നാൽ തന്നെ അതൊരു ഗ്രീഡ് മൂലമാകരുത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് നമ്മളൊരു എൻട്രി എടുത്തു, നെക്സ്റ്റ് ലെവൽ ടച്ച് ചെയ്ത ഒരു ട്രേഡ് ആണെങ്കിൽ അതൊരിക്കലും നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ട കാര്യമില്ല. ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഇവനിലേക്ക് കയറ്റി ചെയ്യേണ്ടതാണ്. അതർവൈസ് അതിനുള്ളിൽ അറ്റ്ലീസ്റ്റ് 1:1 റിസ്ക് റിവാർഡ് എടുത്താൽ പോലും കുഴപ്പമില്ല. കാരണം വീണ്ടും നമുക്കൊരു ട്രേഡ് എടുക്കാം. ആ ട്രേഡിൽ ലോസ് പോകുമ്പോൾ ആക്ച്വലി നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകുന്നില്ല, ഈ ട്രേഡിൽ കിട്ടിയ പ്രോഫിറ്റിൽ നിന്നാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ രണ്ടാമത്തെ ട്രേഡ് എടുത്തുകൊണ്ട് വീണ്ടും നമുക്ക് അതിന് വേണ്ടി ട്രൈ ചെയ്യണമെങ്കിൽ ഒരു അവസരം നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാകും. 1:2 പോകുന്നതിൽ അറ്റ്ലീസ്റ്റ് 1:1 എങ്കിലും നമുക്ക് ട്രയൽ ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇന്നിപ്പോൾ ഇവിടെ മാർക്കറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകുന്നെന്ന് തോന്നലൊക്കെ കൊടുക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ 5 സ്റ്റോക്കുകളാണ് വാച്ച് ലിസ്റ്റിലുള്ളത്. ഇതൊക്കെ ഇന്ന് എങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നെക്സ്റ്റ് വൺ BPCL. BPCL നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചതനുസരിച്ച് നമ്മളിത് ബുള്ളിഷ് മൊമെൻറ്റമാണ് ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് ഒരു ആരോഗ്യമൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. എന്നാൽ നമുക്കിവിടെ കാണാം, ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നത് നമ്മുടെ പ്ലാനിങ്ങിന് വിരുദ്ധമായിട്ട് മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ ഈ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് പിന്നെ കണ്ടിന്യൂസ്ലി താഴത്തേക്ക് തന്നെയാണ് പോകുന്നത്. സോ നമുക്കിവിടെ എൻട്രി എടുത്താൽ സ്റ്റോപ്പ് ലോസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു പ്രോഫിറ്റ്, ഒരു സ്റ്റോപ്പ് ലോസ്. ONGCയിൽ നമ്മൾ സൈഡ് വേസ് മാർക്കറ്റാണ്. ഇന്നലെ നമുക്ക് പ്ലാൻ ചെയ്തപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല ഇതിൻ്റെ ഡയറക്ഷൻ. സോ സൈഡ് വേസിനുള്ള സാധ്യതയാണ് നമ്മൾ കണ്ടിരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ നേരെ പോയി മുകളിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, താഴത്തേക്ക് കുറച്ച് വന്നെങ്കിലും ഇത് ഈ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യാത്തതുകൊണ്ടും ഇത് മുകളിലേക്ക് മിന്നൽ പോലെ പോയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് താഴത്തേക്ക് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഓർഡർ ബ്ലോക്കിൽ നിന്ന് താഴത്തേക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ 1:2 അയാൾക്ക് ഈ ട്രേഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ട്രേഡും വിൻ ചെയ്തതായിട്ട് കണക്ക് കൂട്ടാം. അപ്പോൾ 2 ട്രേഡ് പ്രോഫിറ്റും 1 ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചതായിട്ടാണ് നമ്മുടെ സ്ട്രാറ്റജിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രതീക്ഷിച്ചത് മുകളിലേക്കുള്ളൊരു അപ് ട്രെൻഡ് മൂവാണ്. ഇതിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തു, താഴത്തേക്കൊന്ന് പുഷ് ചെയ്തു, അതിനുശേഷം മുകളിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ദാറ്റ് നമ്മളിവിടെ ലോങ് എൻട്രി എടുക്കും, സ്റ്റോപ്പ് ലോസും അടിക്കും. അപ്പോൾ ഇവിടെ ഇപ്പം 3 ട്രേഡ് ലോസും 2 ട്രേഡ് പ്രോഫിറ്റും എന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത്. 2 ട്രേഡ് പ്രോഫിറ്റും 1 ട്രേഡ് ലോസും. ഇനിയിപ്പോൾ വിപ്രോ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്ട്രാറ്റജി അനുസരിച്ച് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്തു, അതിന് ശേഷം അവിടെ നമ്മൾ എൻട്രി എടുക്കുന്നു, മുകളിലേക്ക് 1:2 അത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു.
അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പവർ ഗ്രിഡ്, വിപ്രോ, ഒപ്പം ONGC 3 പ്രോഫിറ്റും 2 സ്റ്റോപ്പ് ലോസും നമുക്ക് തന്നത് നമ്മളിപ്പോൾ കണ്ടു. അതായത് നമ്മുടെ സ്ട്രാറ്റജി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ലോസാണ്. അത് നമ്മൾ എന്തൊക്കെയോ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അത് കറക്റ്റ് ചെയ്താൽ മാറ്റാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതായത് ഫൗണ്ടേഷനിൽ മിസ്റ്റേക്ക് ഒന്നും നമ്മൾ വരുത്തുന്നില്ല. നമ്മൾ ചെയ്യുന്ന രീതിയിൽ ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന എക്സിക്യൂഷൻ ലെവൽ ഓഫ് പ്ലാനിങ്ങുകൾ പാളുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാൻ നമുക്ക്, ഇല്ലെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ നമുക്കിവിടെ ഉള്ളൂ. അതായത് വലിയ അഴിച്ചുപണികൾ നമുക്ക് ആവശ്യം വരുന്നില്ല എന്നത്. അപ്പോൾ ഇവിടെ ഹിറ്റ് ചെയ്താൽ ബ്ലൈൻഡ്ലി നമ്മൾ മുകളിലേക്ക് എൻട്രി എടുക്കുന്നു. എൻട്രി എടുത്താൽ നെക്സ്റ്റ് ലെവലിൽ ഹിറ്റ് ചെയ്യുമ്പോൾ എക്സിറ്റ് എടുക്കുക. ഇന്ന് നമ്മൾ അത് ചെയ്തില്ല എന്നുള്ളതാണ് നമ്മുടെ തെറ്റ്. ഇനി ഇന്നലെ ആണെങ്കിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഇന്നലത്തെ മാർക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ താഴത്ത് ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ നമ്മൾ എൻട്രി എടുത്തു. നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാകും. ഇവിടുന്ന് നമ്മൾ എൻട്രി എടുത്തു മുകളിലേക്ക് 1:2 അത് ക്ലിയർലി കൊടുത്തതാണ്. ഇനി മുകളിലേക്ക് കൊടുത്തപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരുന്ന ഓർഡർ ബ്ലോക്ക് ഇതുതന്നെയായിരുന്നു ഇന്നലെയും. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്നലത്തെ മാർക്കറ്റിൽ ഈ ഒരു മേഖല, ഈ ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഏരിയയെ മാർക്കറ്റ് ഓർഡർ ബ്ലോക്കായിട്ട് എടുത്തിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ വരച്ച് വെക്കുന്നത് എല്ലായ്പ്പോഴും കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ മനുഷ്യനാണല്ലോ, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ തെറ്റ് പറ്റാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായി എല്ലാ ദിവസവും ഇപ്പോൾ പാളിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇനി നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് ഇന്നലെ അതർവൈസ് 1:2 ആയിരുന്നു. സോ ഇവിടെ നമുക്ക് എക്സിറ്റ് പ്ലാൻ ചെയ്യാമായിരുന്നു. അല്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ 1:1 എങ്കിലും ഇവിടെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഇന്നലെ നമ്മൾക്ക് ആ ലോസ് എടുക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1:1 കൃത്യമായിട്ട് ഇന്നലെ എക്സിറ്റ് എടുത്ത് പോരാൻ പറ്റുമായിരുന്നു. ഇനി ഇന്നലത്തെ നമ്മുടെ എക്സിക്യൂഷൻ പാളിയെങ്കിലും ഇന്നലത്തെ നമ്മുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റായിരുന്നു. ഇവിടെ എൻട്രി എടുക്കുന്നതിന് പകരം ഇത് നെക്സ്റ്റ് ലെവൽ ഓഫ് ഒരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു താഴെ. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ, അതായത് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന 2 കാര്യങ്ങൾ തെറ്റി. താഴത്തെ ഓർഡർ ബ്ലോക്കും തെറ്റിയിരുന്നു, അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി മുകളിലത്തെ ഓർഡർ ബ്ലോക്കും തെറ്റിയിരുന്നു, അത് നമ്മൾ കുറച്ചും കൂടെ മുകളിലാണ് മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഈ മാർക്കിങ്ങിൽ വന്ന ഒരു മിസ്റ്റേക്ക് ഇന്നലത്തെ നമ്മുടെ ട്രേഡിനെ ബാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അവിടെ നമുക്ക് സേഫായിട്ട് എക്സിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മൾ യഥാർത്ഥത്തിൽ ഇനി പ്ലാൻ ചെയ്യുന്നത്, ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് 1:1 1:2 പോകുന്നുണ്ട് എങ്കിൽ അതിനകത്ത് പിന്നെ ബ്രേക്ക് ഈവൻ എക്സിറ്റ് എടുക്കുക എന്നുള്ളതാണ്. ലോസിൻ്റെ എണ്ണം കുറയ്ക്കുക. അപ്പോൾ ഹൈ റിസ്ക് റിവാർഡ് നമ്മൾ പ്ലാൻ ചെയ്യും, അത് ട്രയൽ ചെയ്തുകൊണ്ട് മാത്രം. അതായത് ഒരു പ്രോഫിറ്റിലേക്ക് പോയ ട്രേഡിനെ കൺവേർട്ട് ചെയ്ത് ലോസിലേക്ക് പോകാൻ അനുവദിച്ചുകൊണ്ട് നമ്മൾ ഹൈ റിസ്ക് റിവാർഡ് പ്ലാൻ ചെയ്യേണ്ട. മറിച്ച് 1:1 അതിന് മുകളിലോ പോയ ഒരു ട്രേഡിൽ അറ്റ്ലീസ്റ്റ് ബ്രേക്ക് ഈവൻ പ്ലാൻ ചെയ്തുകൊണ്ട് ഹൈ റിസ്ക് റിവാർഡിന് പ്ലാൻ ചെയ്യുക. ഇനി അതെല്ലാം പ്ലാൻ ചെയ്യുമ്പോഴും നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസിൽ എന്ത് സംഭവിക്കുന്നു അവിടെ നമ്മൾ എക്സിറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു പോർഷൻ താഴെ നമ്മൾ ട്രയൽ സ്റ്റോപ്പ് ലോസ് ചെയ്യുക. കാരണം ഇവിടെ വന്നിട്ട് തിരികെ പോരുകയാണെങ്കിൽ ട്രയൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് നമുക്ക് അത്രയും പോർഷൻ കിട്ടണം. അതല്ല ഇവിടെ നല്ല പവർഫുള്ളായിട്ട് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രം നമ്മൾ ഹൈ റിസ്ക് റിവാർഡിന് വേണ്ടി ട്രയൽ ചെയ്ത് മുകളിലേക്ക് പോയാൽ മതി എന്നുള്ളതായിരിക്കും നല്ലത്. ഇനി ഇന്നിപ്പോൾ നമ്മുടെ ക്യാൻഡിലിൽ ബൈയിങ് സൈഡിലേക്ക് വലിയ രീതിയിലുള്ള ബൈയിങ് ഓർഡേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ ദാറ്റ് ഇനി നമുക്കിന്ന് എൻട്രി എടുക്കാൻ പറ്റില്ല. ഇനി നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് ഓവർ ട്രേഡിംഗ് ആകും. ഇപ്പോൾ നമ്മൾ 152 രൂപയുടെ ലോസ് കൊടുത്തിട്ട് നിൽക്കുവാണ്. സോ ഇന്നിന് നമുക്ക് ട്രേഡില്ല. അപ്പോൾ അടുത്ത ദിവസം മുതൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന രീതി ചെറിയൊരു മാറ്റം വരുത്താമെന്ന് വിചാരിക്കുകയാണ്. 2 വീഡിയോ ആക്കുന്നുണ്ടാകും. കാരണം പഠിക്കുന്ന ആൾക്കാർക്ക് അത് കുറച്ചും കൂടെ ഗുണകരമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു പ്രീ മാർക്കറ്റ് വീഡിയോ ചെയ്യുന്നുണ്ടാകും. പക്ഷേ സെബിയുടെ റെഗുലേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ വീഡിയോ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നിങ്ങൾ എടുക്കുന്ന ട്രേഡുകളിൽ നമ്മളുടെ ആ വിശകലനം ശരിയാവാം തെറ്റാവാം, പക്ഷേ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകും. സോ അങ്ങനെ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള റൈറ്റ് നമുക്കില്ല എന്ന് സെബി പറയുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മാർക്കറ്റ് ക്ലോസിങ്ങിന് ശേഷമായിരിക്കും. അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, അടുത്ത 5 ദിവസം അല്ലെങ്കിൽ അടുത്ത 10 ദിവസം അല്ലെങ്കിൽ അടുത്ത 100 ദിവസം നമ്മൾ പഠിച്ച് നമ്മൾ ഡെവലപ്പ് ആകണമെങ്കിൽ മറ്റാരും നമ്മളെ സഹായിക്കാനില്ല, മോണിറ്റർ ചെയ്യാനില്ല, അത് നമ്മൾ സ്വന്തമായി ചെയ്യണം. അപ്പോൾ നമ്മൾ ജേണൽ എഴുതി വെക്കുന്നത് നല്ല രീതിയിൽ നമ്മളെ ഇപ്പോൾ സഹായിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വ്യൂ, ഇപ്പോൾ ഞാൻ ഇന്നലെ ഈ ആരോകൾ ഇട്ട് വെച്ചത് നിങ്ങൾ കണ്ടിരുന്നു. ഈ വ്യൂ കറക്റ്റായി.
അതുകൊണ്ടാണ് നമുക്കിവിടെ എൻട്രി എടുക്കാൻ പറ്റിയതും 1:2 അത് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എക്സിക്യൂഷൻ പാളി, അതുകൊണ്ട് തന്നെ നമുക്ക് ലോസ് കിട്ടി. പൊക്കോട്ടെ, പക്ഷേ നമ്മുടെ വ്യൂ കറക്റ്റായി. ഇത് നമുക്ക് കോൺഫിഡൻസ് തരുന്നൊരു കാര്യമാണ്. ഇനി BPSCയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നമ്മളുടെ വ്യൂ അപ് ട്രെൻഡ് ആയിരുന്നു, പക്ഷേ അത് തെറ്റി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണം. ഇനി ഇതിനകത്ത് എന്തെങ്കിലും പാളിച്ച പറ്റുമോ, ഇല്ലെങ്കിൽ എന്താണ് പാളിച്ച പറ്റിയത് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. ഇനി എല്ലാത്തിനും ഉത്തരം ഉണ്ടാവണമെന്നില്ല. മാർക്കറ്റ് ഓരോ ദിവസം ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും. അത് മാർക്കറ്റിൻ്റെ സ്വാതന്ത്ര്യമാണ്. ഇനി അത് കാണിച്ചതിന് എന്തെങ്കിലും കാരണം ഉണ്ടാകുകയും അത് റിപ്പീറ്റഡ്ലി ഇങ്ങനെ സംഭവിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇന്നൊരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ അപ് ട്രെൻഡ് വിചാരിക്കുന്ന സെയിം ടൈം അപ് ട്രെൻഡിനാവത്തില്ല, അത് ഡൗൺ ട്രെൻഡ് പോകാം. അങ്ങനൊരു കാരണമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ വിശകലനങ്ങൾ സഹായിക്കും. ഇനി ONGCയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ സൈഡ് വേസ് ട്രെൻഡ് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഈ 2 ഓർഡർ ബ്ലോക്കുകൾക്കുള്ളിൽ അത് നിൽക്കുന്നതാണ്. ഏകദേശം സൈഡ് വേസ് ട്രെൻഡ് തന്നെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ട് എങ്കിൽ സൈഡ് വേസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മുകളിൽ ഹിറ്റ് ചെയ്യുമ്പോൾ താഴത്തേക്കും, താഴത്ത് ഹിറ്റ് ചെയ്യുമ്പോൾ മുകളിലേക്കും എൻട്രി എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ എടുത്താൽ പോലും ഇവിടെ ഇന്ന് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. സോ ദാറ്റ് സൈഡ് വേസ് ആണെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അപ് ട്രെൻഡാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. അതിന് വിരുദ്ധമായി ഇത് ഡൗൺ ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കണം. എന്താണ് ഇവിടെ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യാനുണ്ടായ കാരണം? ആ പ്ലാൻ ചെയ്യുന്നതിൽ എന്ത് തെറ്റാണ് നമ്മൾക്ക് സംഭവിച്ചത്? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല? അതൊക്കെ ഇതിന് ശേഷം നമ്മളിരുന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടാകും. ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ലതാണല്ലോ കൃത്യമായ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നുണ്ടാകും. വിപ്രോയിൽ നമ്മൾ ഡൗൺ ട്രെൻഡാണ് ഇന്നലെ പ്രതീക്ഷിച്ചിരുന്നത്. അത് അതേ ഡൗൺ ട്രെൻഡ് തന്നെ കാണിച്ചിട്ടുമുണ്ട്. താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്തു. താഴത്ത് വന്ന് ഹിറ്റ് ചെയ്താൽ നമുക്കറിയാം ഇത് ബൈയിങ് സോണാണ്. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ ബൈ ചെയ്യാം. സോ നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്തു. നമുക്കിവിടെ 1:2 റിസ്ക് റിവാർഡ് അത് തരുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അപ്പും ഡൗണും എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിട്ട് ഒരു വീഡിയോ കാലത്ത് ചെയ്യുന്നുണ്ടാകും. മാർക്കറ്റ് ക്ലോസിങ്ങിന് ശേഷം അത് അപ്ലോഡ് ചെയ്യും. ഇനി രണ്ടാമത്തെ വീഡിയോ മാർക്കറ്റ് ക്ലോസിങ്ങിന് ശേഷമായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ വീഡിയോ നമ്മൾ ഇടുന്നുണ്ടാകും. അതിനകത്ത് നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ദിവസം പ്ലാൻ ചെയ്തിരുന്നത്, ഏതൊക്കെ ഓർഡർ ബ്ലോക്കായിരുന്നു നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നത്, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഓർഡർ ബ്ലോക്കുകൾ തന്നെയാണോ മാർക്കറ്റ് കാണിച്ച് തന്നിരുന്നത്, മാർക്കറ്റ് അന്ന് കൺസിഡർ ചെയ്തിട്ടുള്ളത് അത് തന്നെയാണോ, അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് തെറ്റുപറ്റിയത്, നമ്മുടെ ട്രേഡിങ്ങിൽ എന്ത് റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് മുതലായ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് നോക്കുന്നുണ്ടാകും. അപ്പോൾ ഈ ആഴ്ച അവസാനിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് 17% നെറ്റ് ലോസിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും നമുക്കിവിടെ ഒരു കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ട്രേഡ് നമുക്ക് 300 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് തന്ന ട്രേഡാണ്. ഐ തിങ്ക് ഏതാണ്ട് 340 രൂപയോളം അത് പ്രോഫിറ്റ് തന്നിരുന്നു. ഇനി ഈ ട്രേഡ് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ 152 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം 300 രൂപ കുറഞ്ഞത് അത് ലാഭം തരും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ട്രേഡ് മാത്രം, ബാക്കിയെല്ലാം പോട്ടെ, ഇത് മാത്രം നമ്മൾ കറക്റ്റായിട്ട് എക്സിറ്റ് എടുത്തിരുന്നു എങ്കിൽ 1:2 മാത്രം കണക്കൂട്ടിയാൽ മതി. അവിടെ ഓർഡർ ഇട്ട് എക്സിറ്റ് എടുത്തിരുന്നെങ്കിൽ ഇത് രണ്ടും കിട്ടുമായിരുന്നു. ആണെങ്കിൽ 640 രൂപ നമ്മുടെ ലോസിൽ കുറവ് വരുന്നുണ്ടാവും. അപ്പോൾ 640 രൂപ എന്ന് പറയുമ്പോൾ അത് എത്ര ശതമാനമാണ് അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നമുക്കത് രണ്ടെണ്ണം പ്രോഫിറ്റ് ക്യാച്ച് ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇത് നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. അതിന് ശേഷം അത് പ്രോഫിറ്റ് കോളത്തിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു 340ഓളമാണ് ഈ ട്രേഡ് വിൻ ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നത്. ഇന്നത്തെ ട്രേഡ് നമ്മൾ എടുത്തിരുന്നത് 300 രൂപ കിട്ടുമായിരുന്നു. അതായത് നമ്മൾ ഇവിടെ കാണാം 17% ലോസിൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനത്ത് ആ ലോസ് കംപ്ലീറ്റ് നമുക്ക് ഈ 2 ട്രേഡിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് 2 ട്രേഡ് കൊണ്ട് നമുക്ക് റിക്കവറി ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ 3 ദിവസം നമുക്കൊന്നും കിട്ടിയിരുന്നില്ല പോലും 2 ദിവസം 1:2 വെച്ച് തന്നെ നമുക്കത് കവർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ജസ്റ്റ് 80 രൂപ മാത്രമായിരിക്കും പിന്നെ നമ്മളുടെ ഇവിടെ നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്തുവാണ്. ഇവിടെ നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്തുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് കൺസിഡർ ചെയ്യേണ്ട. ഇത്രയും ചെറിയ അവസ്ഥയിലേക്ക് നമുക്ക് മാറാമായിരുന്നു. അപ്പോൾ ഇത് നമ്മളുടെ എക്സിക്യൂഷൻ പാളിയത് കൊണ്ടിട്ടാണ്. സോ ഇതിന് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ഈ ഒരു ഇത്രയും ദിവസമായി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മികച്ച ഒരു ട്രേഡിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അതായത് ഇത് തരുന്ന കോൺഫിഡൻസ് മറ്റൊന്നുമല്ല. ഇപ്പോൾ ഇന്ന് നമുക്കറിയാം 7-ാം തീയതിയാണ്. ഇനി നമുക്ക്
15 ദിവസം ട്രേഡിംഗ് ഡേയ്സ് ആണ് കിട്ടേണ്ടത്, അടുത്ത 3 ആഴ്ചകൾ. ഈ 15 ട്രേഡിംഗ് ഡേയ്സിനുള്ളിൽ ഇതേ രീതി കണ്ടിന്യൂ ചെയ്യുകയും നമുക്ക് ഈ റിസൾട്ട് ഇതേപോലെ കിട്ടുകയും, അതായത് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ഇതുപോലെ വർക്ക് ചെയ്യുകയും ഒപ്പം തന്നെ നമുക്ക് എക്സിക്യൂഷൻ കറക്റ്റും കൂടെ ചെയ്താൽ, ഇപ്പോൾ 2 ദിവസം പാളിയത് അത് മാത്രം ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ആണ് ഈ ജേണൽ എഴുതി വെച്ച് അതിനെ വിശകലനം ചെയ്ത് നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ കറക്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.